ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ ചൊല്ലി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. തന്ത്രിയോട് ഒരു വിഭാഗം മൃദു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയ വ്യാജരേഖയുണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവരെന്ന് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. ഞങ്ങൾക്ക് SIT-യിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ. ഇതിപ്പോൾ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയം പ്രകടിപ്പിച്ച ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നപ്പോഴാണ് തന്ത്രിക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ തുറന്നടിച്ചു. ഒരു വ്യാജരേഖ ചമച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി. ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. 2025 ഒക്ടോബർ 10 ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ വിമർശനം. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വ്യാജ മഹസർ ചമച്ചതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രിയെന്ന് കെ.എസ്. രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവര് തന്നെയായിരുന്നു തന്ത്രിയെന്നും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ അറസ്റ്റിനു പിന്നാലെ ശബരിമല വിഷയത്തിൽ സമരവുമായി ബി.ജെ.പി. കളത്തിലിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നേതൃത്വത്തെ കുരുക്കിലാക്കി ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.